എന്താണ് ആ ശബ്ദം? മര്യാദയ്ക്ക് പോകുന്നുണ്ടോ ഇവിടുന്ന്? പോ. ഈ മുറി എപ്പോഴും ഭദ്രമായി പൂട്ടിവെക്കാൻ ഞാൻ ഓർക്കണം. കൊരങ്ങന്മാരുടെ ശല്യം കൊണ്ട് ഇവിടെ ഒന്നും സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്നില്ല. വേറൊരു ഭാഗത്താണെങ്കിൽ യശോദയുടെ കൃഷ്ണനും. ആ വികൃതി ഇപ്പൊ വീട്ടിൽ തന്നെ ഉണ്ടായിരിക്കും. പക്ഷെ പെട്ടെന്നായിരിക്കും ഉറയിൽ വെച്ച വെണ്ണ കാണാതാവുന്നത്. അവര് പോയി. അവന്റെ നീലമുഖവും മനോഹരമായ കണ്ണുകളും കാണുമ്പോൾ എനിക്ക് അവനോട് ദേഷ്യപ്പെടാൻ തോന്നില്ല. ചിലപ്പോൾ തോന്നും അവനൊരു ദേവനാണെന്ന്. ഓ, അവനൊരു ദേവൻ തന്നെ ആയിരിക്കാം. പക്ഷെ ഇനിയൊരിക്കലും അവൻ എന്നെ പറ്റിക്കാൻ ഞാൻ വിട്ടുകൊടുക്കില്ല. പ്രഭാവതി അമ്മ ഉറിയിൽ എന്താണ് കെട്ടിത്തൂക്കിയെന്ന് നിങ്ങൾക്കറിയാമോ? ഞാൻ പറയാം. അവര് പാല് കടഞ്ഞൊരു വലിയ പാത്രത്തില് നിറയെ വെണ്ണ എടുത്തു വെച്ചിട്ടുണ്ട്. അതില് മുഴുവനും രുചികരമായ വെള്ള നിറത്തിൽ മഞ്ഞ പോലുള്ള വെണ്ണ ഉണ്ടാവും. ഓ കൃഷ്ണ, മാറ്റി പറഞ്ഞത് എനിക്ക് സഹിക്കുന്നില്ല. മഞ്ഞ പോലുള്ള വെണ്ണ മുത്തു പോലെ തിളങ്ങും. നാവല് വെക്കുമ്പോഴേക്ക് അത് അലിഞ്ഞില്ലാതാകും. ഓ കൃഷ്ണ, ആരാണത്? അത് വെണ്ണ പോലെ തന്നെ ഉണ്ടായിരുന്നു. എന്താ ശരിയല്ലേ? അത് ശരിയാവില്ല. നീ ഇപ്പോ തന്നെ ഇഷ്ടം പോലെ തിന്നില്ലേ കൃഷ്ണ? മതിയായിട്ടുണ്ടോ? എന്നെങ്കിലും എനിക്ക് വെണ്ണ മതിയായിട്ടുണ്ടോ സുബലേ? സുബല പറയുന്നത് ശരിയാണ്. പക്ഷെ എന്റെ വയറ് നിന്റെ കൂടെയാണ് കൃഷ്ണ. ഇനി എന്തിനാ കാത്തിരിക്കുന്നത്? ഓ, അവര് വീണ്ടും പോയി. പക്ഷേ എനിക്ക് തമാശ നഷ്ടപ്പെടാനാവില്ല. വീണ്ടും മോഷ്ടിക്കാൻ വന്നു അല്ലേ കുരങ്ങ? കൃഷ്ണ, എങ്ങനെയാണ് എല്ലാ വെണ്ണയും കാണാതെ പോയത്? ഇത്തവണ നമ്മളെ പദ്ധതി മുഴുവൻ പാളി. അത് ശരിയാ. ധാന്യപുരിയിലാണ് വെണ്ണയുള്ളത്. അവര് വരുന്നതിന് മുമ്പ് രക്ഷപ്പെടാം. അത് മറന്നേക്ക്, നമുക്കവിടെ എത്താൻ സാധിക്കില്ല. കൃഷ്ണ അടുത്തുള്ളപ്പോൾ ഒന്നും അസാധ്യമല്ല. ഇത്തവണ നീ എന്താ ചെയ്യാൻ പോകുന്നത് കൃഷ്ണ? എനിക്ക് എന്തും ചെയ്യാൻ സാധിക്കും നിങ്ങളെപ്പോലുള്ള കൂട്ടുകാരുള്ളപ്പോ.